ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ്. ഞാൻ R2-ൽ നിന്ന്, അതായത് പ്ലെയിനിൽ നിന്ന് 2 പോയിന്റ്സ് എടുത്തു, 1 2 3 4. അങ്ങനെയാണെങ്കിൽ 1 2 പ്ലസ് 3 4 എന്താണ് വരുന്നത്? 1 പ്ലസ് 3 4, 2 പ്ലസ് 4 6. അത് അഗെയിൻ എന്താണ്? R2-ലുള്ളൊരു വെക്ടർ ആണല്ലേ, അത് ആ പ്ലെയിനിലുള്ളൊരു വെക്ടർ ആണ്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ഈ 1 2 1 ഇൻറ്റു 1 2 എന്ന് എഴുതാം. ഞാൻ ഇവിടെ 3 4 1 ഇൻറ്റു 3 4 എന്ന് എഴുതാം. അപ്പോൾ 4 6 എന്ന് പറയുന്ന R2-ലെ പോയിന്റ് എന്താണ്? അതായത് R2-ലെ ആ ഒരു വെക്ടർ എന്താണ്? ഈ രണ്ട് വെക്ടേഴ്സിന്റെ സമ്മേഷൻ ആയിട്ടാണ് വരുന്നത്. അതായത് ഇങ്ങനെ ഈ ഒരു ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഇതെന്താണ്? ഇതൊരു ലീനിയർ കോമ്പിനേഷൻ ആണ്. സം റിയൽ നമ്പർ എ ഇൻറ്റു വെക്ടർ 1 2 പ്ലസ് സം റിയൽ നമ്പർ സ്കേലാർ എന്ന് പറയും, സം സ്കേലാർ ബി ഇൻറ്റു വെക്ടർ 3 4 എന്ന് പറയുന്നത് ഈ രണ്ട് വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. എയും ബിയും വേരി ചെയ്യുന്നതനുസരിച്ച് പ്ലെയിനിലുള്ള ന്യൂ വെക്ടേഴ്സ് നമുക്ക് കിട്ടും. അതായത് ഇവിടെ ഇപ്പം എ ഈക്വൽ ടു 1-ഉം ബി ഈക്വൽ ടു 1-ഉം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് R2-ലെ 4 6 എന്ന് പറയുന്ന വെക്ടർ കിട്ടിയല്ലേ. എ ഈക്വൽ ടു 2-ഉം ബി ഈക്വൽ ടു 3-യും ചൂസ് ചെയ്താൽ എന്ത് വരും? 2 ഇൻറ്റു വെക്ടർ 1 2 പ്ലസ് 3 ഇൻറ്റു വെക്ടർ 3 4 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 2 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 3. ഇപ്പം എന്താണ്? 2 പ്ലസ് 9 11 വന്നു. നെക്സ്റ്റ് സെക്കൻഡ് കോർഡിനേറ്റ് എന്താണ് വരിക? 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 4 4 പ്ലസ് 12 16 വരും അല്ലേ. അപ്പോൾ ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്തപ്പോൾ എന്ത് കിട്ടി? 11 16 എന്ന് കിട്ടി. അതുപോലെ നമ്മൾ രണ്ട് വെക്ടേഴ്സ് എയും ബിയും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കേലാർ എ ഇൻറ്റു എ പ്ലസ് സ്കേലാർ ബി ഇൻറ്റു ബി, ഈ ഒരു ഫോമിനെയാണ് നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ വെക്ടേഴ്സ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. എയും ബി, ഈ സ്മോൾ ലെറ്റേഴ്സ് എ ബി എന്താണ്? സ്കേലാർസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് കൺസിഡർ ചെയ്തു. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് കൺസിഡർ ചെയ്ത് സ്കേലാർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ സ്കേലാർ എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ് നമുക്ക്. അപ്പം റിയൽ വാല്യൂഡ് എന്ന് വെച്ചാൽ സ്കേലാർ വാല്യൂഡ് ഫംഗ്ഷൻ. സ്കേലാർ വാല്യൂഡ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷൻ ലീനിയർ ആവാനുള്ള കണ്ടീഷൻ ആണ് പറയുന്നത്. എ ഫംഗ്ഷൻ ഓഫ് വെക്ടർ സേ എഫ് ഓഫ് ആർ ഇസ് കോൾഡ് ലീനിയർ ഇഫ് എഫ് ഓഫ് R1 പ്ലസ് R2 ഈക്വൽ ടു എഫ് ഓഫ് R1 പ്ലസ് എഫ് ഓഫ് R2 ആൻഡ് എഫ് ഓഫ് എ ആർ ഇസ് ഈക്വൽ ടു എ എഫ് ഓഫ് ആർ വെർ എ ഇസ് എ സ്കേലാർ. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്കേലാർ വാല്യൂഡ് ആയിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് രണ്ട് വെക്ടർ R1 R2 എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് R1 പ്ലസ് R2 എന്ന് പറയുന്നത് എന്തായിരിക്കണം? എഫ് ഓഫ് R1 പ്ലസ് എഫ് ഓഫ് R2 ആയിരിക്കണം. ആൻഡ് ഫോർ എനി സ്കേലാർ എ ആൻഡ് വെക്ടർ ആറിന് എഫ് ഓഫ് എ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? എ ഇൻറ്റു എഫ് ഓഫ് ആർ ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു വെക്ടർ ചൂസ് ചെയ്തു 2i പ്ലസ് 3j മൈനസ് കെ. ആൻഡ് ഫോർ എനി ആർബിട്രറി വെക്ടർ ആർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? വെക്ടറിനെ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? ആർ എന്ന് പറയുന്ന വെക്ടറിന് 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഈ ഒരു വെക്ടറിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? എ ഡോട്ട് ആറിലോട്ട് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു. ഇത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, സ്കേലാർ വാല്യൂഡ് ഫംഗ്ഷൻ ആണല്ലോ. കാരണം എന്താ? ഈ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്? ഒരു സ്കേലാർ ആണ്. അപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്കേലാർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഈ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യണം? ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലീനിയർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് R1 പ്ലസ് R2 ഈക്വൽ ടു എഫ് ഓഫ് R1 പ്ലസ് എഫ് ഓഫ് R2 ആൻഡ് ഫോർ എനി സ്കേലാർ എ എഫ് ഓഫ് എ R1 ഈക്വൽ ടു എ എഫ് ഓഫ് R1. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി നിങ്ങൾ എഫ് ഓഫ് ആർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. എഫ് ഓഫ് ആർ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? വെക്ടർ എ ഡോട്ട് ആർ. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നത് എങ്ങനെ വരും? ഇറ്റ്സ് ഈക്വൽ ടു 2x പ്ലസ് 3y മൈനസ് 3k, സോറി മൈനസ് സെറ്റ് എഫ് ഓഫ് ആർ എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷൻ 2x പ്ലസ് 3y മൈനസ് സെറ്റ് എന്ന് വരും. ഇതിൽ ലീനിയാരിറ്റി ചെക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് ലീനിയാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്? 2 വെക്ടേഴ്സ് R1 R2 കൺസിഡർ ചെയ്തു. R1 എന്താണ്? x1i പ്ലസ് y1j പ്ലസ് z1k ആൻഡ് R2 എന്താണ്? x2i പ്ലസ് y2j പ്ലസ് z2k. Now f of R1 plus R2, f of R1 plus R2 by definition of A അതെന്താണ്? A dot R1 plus R2 ആണല്ലേ. and which is equal to R1 plus R2 എന്താണ്? ഈ രണ്ട് വെക്ടേഴ്സിന്റെ സം എന്താണ്? കറസ്പോണ്ടിങ് കോമ്പണൻസ് തമ്മിൽ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. x1 plus x2i plus y1 plus y2j plus z1 plus z2k എന്ന് വന്നു. ഈ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നത് എങ്ങനെ വരും? 2x1 plus x2 plus 3y1 plus y2 minus z1 plus z2. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു ഫോമിലോട്ട് മാറ്റി എഴുതാം. 2x1 plus 3y1 minus z1 plus 2x2 plus 3y2 minus z2. ഈ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് എന്താണ്? എഫ് ഓഫ് R1 ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? എഫ് ഓഫ് R2. അപ്പൊ എന്ത് കിട്ടി? എഫ് ഓഫ് R1 plus R2 ഈക്വൽ ടു എഫ് ഓഫ് R1 plus എഫ് ഓഫ് R2 ഫസ്റ്റ് ചെയ്തു. ഇനി സെക്കൻഡ് കണ്ടീഷൻ നമുക്ക് എന്താണ്? സ്കേലാർ എ ചൂസ് ചെയ്യണം. ഞാൻ കൺസിഡർ എഫ് ഓഫ് എ R1. ഇനി ഒരു വെക്ടറിനെ ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ആ വെക്ടറിന്റെ ഓരോ കോമ്പണന്റിനെയും ആ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. which is equal to എന്ത് വന്നു? f of a x1i plus a y1j plus a z1k.
Now by definition of f, which is equal to 2ax1 plus 3ay1 minus az1 എന്ന് വരും. ഓക്കെ, ഇനി എന്താ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ which is equal to എന്താണ് a 2x1 plus 3y1 minus z1 and ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് എന്താണ് f of r1 ആണല്ലേ. സോ which is equal to a f of r1. അപ്പോൾ ലീനിയാരിറ്റിയുടെ രണ്ട് കണ്ടീഷനും ഇവിടെ f സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന f of r is equal to a dot r എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? ഇറ്റ്സ് എ ലീനിയർ ഫംഗ്ഷൻ. നെക്സ്റ്റ് കൺസിഡർ f of r is equal to magnitude of the vector r. ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എടുത്തു കഴിഞ്ഞാൽ അത് ലീനിയർ ഫംഗ്ഷൻ ആണോ എന്ന്. ഈ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ എന്താണ്? ഇറ്റ്സ് എ സ്കേലർ അല്ലേ. അപ്പോൾ വെക്ടറിന് എങ്ങോട്ടാണ്? സ്കേലറിലോട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത്. ലീനിയർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? നമുക്ക് f of r1 plus r2 equal to f of r1 plus f of r2 ആയിരിക്കണം. ആൻഡ് എന്താണ്? എനി സ്കേലർ ഫോർ എനി സ്കേലർ a f of a r1 equal to a f of r1 കൂടി ആയിരിക്കണം. അപ്പോൾ നമ്മൾ ലീനിയറിന്റെ ഫസ്റ്റ് കണ്ടീഷൻ എടുക്കുന്നു. ഫസ്റ്റ് കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? f of r1 plus r2 എന്താണ്? ഇറ്റ്സ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് r1 plus r2 എന്ന് വരും. ആൻഡ് f of r1 plus f of r2 എന്ന് പറയുന്നത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് r1 plus മാഗ്നിറ്റ്യൂഡ് ഓഫ് r2 എന്ന് വരും. അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു വെക്ടർ ചൂസ് ചെയ്യുക. r1 എന്ന് പറയുന്നൊരു വെക്ടറും r2 എന്ന് പറയുന്നൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? ഈ ഒരു സൈഡ് r1 plus r2 എന്ന് പറയുന്ന വെക്ടർ ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾക്ക് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് r1 എന്ന് പറയുന്നത് ഈ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് വരും. മാഗ്നിറ്റ്യൂഡ് ഓഫ് r2 എന്ന് പറയുന്നത് ഈ ഒരു സൈഡിന്റെ ലെങ്ത് ആയിരിക്കും. ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് r1 plus r2 എന്ന് പറയുന്നത് ഈ ഒരു സൈഡിന്റെ ലെങ്ത് ആയിരിക്കും. നമുക്ക് എപ്പോഴും ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈ ഒരു സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡ്സിന്റെ ലെങ്ത്തിന്റെ സമ്മിന് ഈക്വൽ ആവണമെന്നില്ല അല്ലെ. നമുക്ക് എന്താണ്? ഇത് നോട്ട് ഈക്വൽ ടു ആയതുകൊണ്ട് എന്താണ്? ലീനിയർ ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ഇവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ f is not a linear function. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ ഒരിക്കലും എന്താവില്ല? ലീനിയർ ഫംഗ്ഷൻ ആവില്ല. നെക്സ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് ലീനിയർ വെക്ടർ ഫംഗ്ഷൻ. അതായത് നമ്മൾ ഒരു വെക്ടറിനെ വെക്ടറിലോട്ട് മാപ്പ് ചെയ്യുന്ന സം വെക്ടർ r ഡാഷിലോട്ട് മാപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ f എടുത്തു കഴിഞ്ഞാൽ അത് ലീനിയർ ആവാനുള്ള കണ്ടീഷനാണ് നോക്കുന്നത്. ഒരു വെക്ടറിനെ വെക്ടറിലോട്ട് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷന് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, നൗ f of r is a വെക്ടർ ഫംഗ്ഷൻ. ഇനി ഈ ഒരു വെക്ടർ ഫംഗ്ഷൻ ലീനിയർ ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ എന്തായിരിക്കണം? ഫോർ എനി ടു വെക്ടേഴ്സ് r1 ആൻഡ് r2 f of r1 plus r2 equal to f of r1 plus f of r2 ആയിരിക്കണം. ആൻഡ് ഫോർ എനി സ്കേലാർ a f of ar equal to a f of r ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താണ്? ലീനിയർ വെക്ടർ ഫംഗ്ഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, കൺസിഡർ a scalar b. okay, and define a function f of r by b into r. അതായത് എന്താ ചെയ്യുന്നത്? ഇവിടെ r എന്ന് പറയുന്ന വെക്ടറിന്റെ ഒരു സ്കേലാർ മൾട്ടിപ്പിൾ ആണ് എടുക്കുന്നത്. r നെ b നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഫോർ എനി ടു വെക്ടേഴ്സ് r1 and r2 f of r1 plus r2 equal to f of r1 plus f of r2 and f of a r1 is equal to a f of r1 for any scalar a. Okay, for that consider f of r1 plus r2 which is equal to, by definition f ന്റെ definition പ്രകാരം എന്താണ്? which is equal to b r1 plus r2 and which is equal to പ്രൊഡക്റ്റ് കാണുന്നേരം എന്ത് വരും? b r1 plus r2. ഇതൊരു സ്കേലാർ അല്ലേ. അന്നേരം എന്താണ്? b r1 plus b r2 എന്ന് വരും. ആൻഡ് b r1 എന്താണ്? which is equal to f of r1 and b r2 എന്താണ്? f of r2. so f of r1 plus r2 is equal to f of r1 plus f of r2. next consider any scalar a and f of a r1 is equal to b a r1 and which is equal to the scalars അല്ലേ. നമുക്ക് എങ്ങനെ എഴുതാം? b a r1 എഴുതാം ഇൻറ്റു വെക്ടർ r1 എന്ന് എഴുതാം. ആൻഡ് ബി എനെ നമുക്ക് എന്താണ്? ബി എ റിയൽ നമ്പേഴ്സ് അല്ലേ. ഏത് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ബി എ ഒക്കെ റിയൽ നമ്പേഴ്സ് ആണ്. ബി എ ഇസ് ഈക്വൽ ടു എ ബി ആണല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? എ ബി r1 എന്ന് വരും. ആൻഡ് ഈ എഴുതിയിരിക്കുന്നത് എങ്ങനെ എഴുതാം? നമുക്ക് which is equal to a ഇൻറ്റു ബി r1 എഴുതാം. ഓക്കെ, ആൻഡ് which is equal to a ടൈംസ് ബി r1 എന്താണ്? f of r1 ആണല്ലേ. സോ നമുക്ക് എന്ത് കിട്ടി? f of a r1 is equal to a f of r1 എന്ന് കിട്ടി. സോ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് f എന്താണ്? ഇറ്റ്സ് എ ലീനിയർ വെക്ടർ ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണ്. നേരത്തെ പറഞ്ഞ സ്കേലാർ വാല്യൂഡ് ഫംഗ്ഷൻ, ലീനിയർ ഫംഗ്ഷനുള്ള എക്സാമ്പിൾസ്, ആവുന്നതിനും ആവാത്തതിനുള്ള എക്സാമ്പിൾസ്. ഇവിടെ ഞാൻ f of r is equal to a dot r plus 3 എന്നെടുത്തു. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു എന്താണ്? a dot r എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ലീനിയർ ഫംഗ്ഷൻ എന്ന് പ്രൂവ് ചെയ്തു. ഇപ്പൊ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? അതിനോട് ഒരു സ്കേലാർ ആഡ് ചെയ്യുന്നു. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇതിനുവേണ്ടി എന്താണ് പറഞ്ഞത്? നമുക്ക് f of r1 plus r2 equal to എന്തായിരിക്കണം? f of r1 plus f of r2 ആയിരിക്കണം. ആൻഡ് f of a r1 is equal to a times f of r1 ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി f of r1 plus r2 എടുത്തു. r1 r2 എന്ന് പറയുന്നത് വെക്ടേഴ്സ് ആണ്. ആൻഡ് which is equal to, by definition of f which is equal to a dot r1 plus r2 plus 3 എന്ന് വരും. ആൻഡ് which is equal to നമുക്ക് ഇങ്ങനെ എഴുതാലോ?
ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്? ഇറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ ആണല്ലേ. അപ്പൊ എന്താണ്? ഇറ്റ്സ് ഈക്വൽ ടു എ ഡോട്ട് R1 പ്ലസ് എ ഡോട്ട് R2 പ്ലസ് 3 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. എഫ് ഓഫ് R1 പ്ലസ് എഫ് ഓഫ് R2 എന്താണ്? എഫ് ഓഫ് R1 എന്തായിരിക്കും? എ ഡോട്ട് R1 പ്ലസ് 3യും എഫ് ഓഫ് R2 എന്താണ്? എ ഡോട്ട് R2 പ്ലസ് 3യും. ആൻഡ് ഈ രണ്ട് ടേംസ് ഈക്വൽ ആണോ? അല്ലല്ലോ, ഇവിടെ ഒരു എക്സ്ട്രാ 3 കൂടി വരുന്നുണ്ടല്ലേ. അപ്പൊ എന്ത്? വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് R1 പ്ലസ് R2. സോ എഫ് ഇസ് നോട്ട് എ ലീനിയർ ഫംഗ്ഷൻ. Next, consider the map which is defined by f of r is equal to r dot r. ഇത് ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഫസ്റ്റ് കണ്ടീഷൻ വെരിഫൈ ചെയ്യാണ്. എഫ് ഓഫ് R1 പ്ലസ് R2 കൺസിഡർ ചെയ്തു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ പ്രകാരം എന്താണ് വരിക? വിച്ച് ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 ഡോട്ട് R1 പ്ലസ് R2. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? വിച്ച് ഇസ് ഈക്വൽ ടു R1 ഡോട്ട് R1 പ്ലസ് R2 ഡോട്ട് R1 പ്ലസ് R1 ഡോട്ട് R2 പ്ലസ് R2 ഡോട്ട് R2. ഇനി ഇവിടെ നമുക്ക് സ്കേലാർ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയാം, കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് അറിയാം. അപ്പോൾ R2 ഡോട്ട് R1 R1 ഡോട്ട് R2 ഈക്വൽ ആയിരിക്കും. ഇവിടെ എന്ത് വന്നു? R1 ഡോട്ട് R1 പ്ലസ് 2R2 ഡോട്ട് R1 പ്ലസ് R2 ഡോട്ട് R2. നെക്സ്റ്റ് കൺസിഡർ എഫ് ഓഫ് R1 പ്ലസ് എഫ് ഓഫ് R2. അതെന്താണ്? R1 ഡോട്ട് R1 പ്ലസ് R2 ഡോട്ട് R2. ഇത് നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ ടേംസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നത് എന്താണ്? ഇവിടെ എക്സ്ട്രാ ഒരു 2R2 ഡോട്ട് R1 വരുന്നുണ്ട്. അപ്പൊ എന്താണ്? നമുക്ക് ഈ എഫ് ഓഫ് R1 പ്ലസ് R2ഉം എഫ് ഓഫ് R1 പ്ലസ് എഫ് ഓഫ് R2ഉം എപ്പോഴും ഈക്വൽ ആവണമെന്നില്ല. സോ എഫ് എന്തല്ല? ലീനിയർ അല്ല. നെക്സ്റ്റ് ഇതേ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് എന്തും പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ എഫ് ഓഫ് R ഇസ് ഈക്വൽ ടു എ ഡോട്ട് ആർ മൈനസ് കെ സെഡ് എന്ന് പറയുന്നത് എന്തല്ലെന്ന് പ്രൂവ് ചെയ്യാം? ലീനിയർ അല്ലെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ലീനിയർ ഓപ്പറേറ്റർ. ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷന് ഡെറിവേറ്റീവ് കാണുന്നു ആൻഡ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ആൻഡ് റൂട്ട് എടുക്കുന്നു. ഇവിടെ നമ്മൾ ഈ എടുക്കുന്ന ഡി ബൈ ഡി എക്സ്, ഇന്റഗ്രേഷൻ, റൂട്ട്, സ്ക്വയർ, ഇതൊക്കെയാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓപ്പറേറ്റർ ഓ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ലീനിയർ ഓപ്പറേറ്റർ ആണുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ഓ ഓഫ്, ഞാൻ അതിന് ഓ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നു, ഫംഗ്ഷന് ഓ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നു. ഓ ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ഓ ഓഫ് എ പ്ലസ് ഓ ഓഫ് ബി ആൻഡ് ഓ ഓഫ് കെ ഇസ് ഈക്വൽ ടു കെ ടൈംസ് ഓ ഓഫ് എ എന്ന് ഇങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ നമ്മൾക്ക് എന്താണ്? ഓപ്പറേറ്റർ ഓ എന്താണ്? ലീനിയർ ഓപ്പറേറ്റർ ആണ്. നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് തന്നെ ഇവിടെ പറയുന്നത്. ലീനിയർ ഓപ്പറേറ്റർ, അതായത് ഓപ്പറേറ്റർ ആയാലും ഫംഗ്ഷൻ ആയാലും വെക്ടർ ഫംഗ്ഷൻ ആയാലും സ്കേലാർ വാല്യൂഡ് ഫംഗ്ഷൻ ആയാലും എന്തായാലും അത് ലീനിയർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഈ രണ്ട് ലീനിയാരിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ കൺസിഡർ ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ കൺസിഡർ ചെയ്യാം. അത് ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലീനിയർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഈ രണ്ടെണ്ണം സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. ഇവിടെ വേരിയബിൾസ് എലമെന്റ്സ് ആയിട്ട് എന്താ വരിക? ഫംഗ്ഷൻസ് ആണ് വരിക. എ ബി എന്നെല്ലാം പറയുന്നത് ഇവിടെ എന്താണ്? നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്ന കേസിൽ ഡിഫറൻഷിയബിൾ ഫംഗ്ഷൻസ് ആണ് വരിക. ഇപ്പം ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്താണ്? നിങ്ങൾക്ക് എന്താ അറിയാം? d by dx of f of x plus g of x is equal to d by dx of f of x plus d by dx of g of x, and d by dx of some constant into f of x എന്താണ്? some constant, that constant c into derivative of x ആണല്ലേ. സോ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ഓപ്പറേറ്റർ എന്താണ്? ലീനിയർ ഓപ്പറേറ്റർ ആണ്. നെക്സ്റ്റ് കൺസിഡർ സ്ക്വയർ റൂട്ട് ഓഫ് എ. സ്ക്വയർ റൂട്ട് ഓഫ് എ ഇത് ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലീനിയർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് ആർ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി ആവണം അല്ലേ. അപ്പോൾ എഫ് ഓഫ് എ പ്ലസ് ബി കൺസിഡർ ചെയ്യാം. ബൈ ഡെഫിനേഷൻ എന്താണ്? റൂട്ട് ഓഫ് എ പ്ലസ് ബി എന്ന് വരും. വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് എ പ്ലസ് റൂട്ട് ഓഫ് ബി ആണല്ലേ. സോ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ പ്ലസ് റൂട്ട് ഓഫ് ബി എന്താണ്? റൂട്ട് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി. അതായത് എഫ് ഓഫ് എ പ്ലസ് ബി എന്തിന് ഈക്വൽ ആവണമെന്നില്ല? എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബിക്ക് ഈക്വൽ ആവണമെന്നില്ല എല്ലാ കേസിലും. അതായത് ഇപ്പം നിങ്ങൾ 16 9 എടുക്കാം. 16 9 റൂട്ട് ഓഫ് 16 പ്ലസ് 9 എന്താണ്? ഇസ് ഈക്വൽ ടു റൂട്ട് 25 ഇസ് ഈക്വൽ ടു 5 ആണല്ലേ. ആൻഡ് റൂട്ട് ഓഫ് 16 പ്ലസ് റൂട്ട് ഓഫ് 9 എന്താണ്? ഇറ്റ്സ് 4 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 7 ആണ്. ഇത് രണ്ടും ഇവിടെ ഈക്വൽ ആവുന്നില്ലല്ലോ. നമുക്ക് എപ്പോഴും ഈ റൂട്ട് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ പ്ലസ് റൂട്ട് ഓഫ് ബിക്ക് ഈക്വൽ ആവുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു ഓപ്പറേറ്റർ എന്തല്ല? ലീനിയർ അല്ല. നെക്സ്റ്റ് കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുന്നത്. ഇതൊരു ഓപ്പറേറ്റർ ആണ്. ഇത് ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു. എന്താണ്? കോംപ്ലക്സ് കോൺജുഗേറ്റ് അല്ലേ ലീനിയർ ആണോ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എഫ് ഓഫ് എ ഈക്വൽ ടു എ കോൺജുഗേറ്റ് എടുത്തു. ഈ ഫംഗ്ഷൻ ആണ് നമുക്ക് ലീനിയർ ആണോ ചെക്ക് ചെയ്യേണ്ടത്. ആൻഡ് എഫ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി കോൺജുഗേറ്റ്. ആൻഡ് നിങ്ങൾക്ക് എന്തറിയാം? എ പ്ലസ് ബി കോൺജുഗേറ്റ് എന്തിന് ഈക്വൽ ആണ്? എ കോൺജുഗേറ്റ് പ്ലസ് ബി കോൺജുഗേറ്റിന് ഈക്വൽ ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കണ്ടീഷൻ കൺസിഡർ ചെയ്യാം. എഫ് ഓഫ് സം സ്കേലർ കെ ഇൻറ്റു എ.
and which is equal to ka all conjugate എന്ന് വരും. ഇനി k എന്താണ്? സ്കെയിലർ, അതായത് റിയൽ നമ്പർ ആണല്ലേ. അപ്പൊ നമുക്ക് കോൺജുഗേറ്റ് എന്ന് പുറത്തെടുക്കുന്നത് k എന്താ? k തന്നെയാണ് വരുന്നത്. സോ k ഇൻറ്റു കോൺജുഗേറ്റ് ഓഫ് a എന്ന് വരും. അതായത് ഇവിടെ k ടൈംസ് a കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? k കോൺജുഗേറ്റ് ഇൻറ്റു a കോൺജുഗേറ്റ് എന്ന് വരും. k റിയൽ ആയതുകൊണ്ട് k കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്താണ്? k തന്നെയാണ് വരുന്നത്. സോ k ടൈംസ് കോൺജുഗേറ്റ് ഓഫ് a ആൻഡ് കോൺജുഗേറ്റ് ഓഫ് a എന്ന് പറയുന്നത് എന്താണ്? f ഓഫ് a ആണ്. അപ്പൊ എന്ത് കിട്ടി? f ഓഫ് k is equal to k ടൈംസ് f ഓഫ് a എന്ന് കിട്ടി. സോ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ എന്താണ്? ലീനിയർ ഓപ്പറേറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Let d stand for dy dx and d square stands for d square by dx square and d cube stands for d cube by dx cube and so on. First question എന്താണ്? Are d square d cube linear operator on functions of x which can be differentiated as many times as needed. എന്താണ് ഈ ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഒക്കെ എന്താണെന്ന് ചെക്ക് ചെയ്യണം. സോറി, ഓപ്പറേറ്റേഴ്സ് ഒക്കെ എന്താണെന്ന് ചെക്ക് ചെയ്യണം? ലീനിയർ ഓപ്പറേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? d square plus 2d plus 1 അല്ല, അത് ഐഡന്റിറ്റി ആണ് കേട്ടോ. d square plus 2d plus I, അതായത് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ d റേസ് ടു d nth ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? d നെ ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ സീറോ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഡെറിവേറ്റീവ് എടുക്കുന്നില്ല, അതെന്തായി തരും? അത് ഫംഗ്ഷൻ ഇറ്റ്സെൽഫ് അല്ലേ വരിക, അപ്പൊ ഐഡന്റിറ്റി ആയി തരും. അതാണ് ഈ 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈസ് d square plus 2d plus 1 is linear. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? x square d square minus 2xd plus 7 a linear operator. ഈ 3 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് എന്തറിയാം? d by dx of f of x plus g of x എന്താണ്? which is equal to d by dx of f of x plus d by dx of g of x. And for any scalar k, d by dx of k f of x എന്താണ്? which is equal to k times d by dx of f of x. And സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നേരവും ഇതേ കണ്ടീഷൻസ് നമ്മൾക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. തേർഡ് ഡെറിവേറ്റീവ് എടുക്കുന്നേരം എന്താണ്? ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഡിയും d സ്ക്വയറും d ക്യൂബും എല്ലാം എന്താണ്? ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണ്. നൗ കൺസിഡർ d സ്ക്വയർ പ്ലസ് 2d പ്ലസ് i. ഇത് നമ്മൾക്ക് ലീനിയർ ഓപ്പറേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി എന്താണ് പറഞ്ഞത്? എഫ് ലീനിയർ ഓപ്പറേറ്റർ ആണോ ചെക്ക് ചെയ്യുക? ഒരു ഓപ്പറേറ്റർ ഡി ലീനിയർ ഓപ്പറേറ്റർ ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? o of a plus b is equal to o of a plus of b and o of k a is equal to k times o of a. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ എന്താണ്? ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. ഇവിടെ ഓക്ക് പകരം എന്താ തന്നിരിക്കുന്നത്? d സ്ക്വയർ പ്ലസ് 2d പ്ലസ് 1. a എന്താണ്? f of x and b എന്താണ്? g of x and k is a constant. നമ്മൾ d സ്ക്വയർ പ്ലസ് 2d പ്ലസ് 1 f of x പ്ലസ് g of x കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്യുന്നത് ഇവിടെ നമ്മൾക്ക് ഈ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ? ഡി സ്ക്വയർ ഇതിപ്പോ ഫംഗ്ഷൻ ഡി സ്ക്വയർ ഇതൊരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത് എഫ് ജി എച്ച് എഫ് പ്ലസ് ജി പ്ലസ് എച്ച് എന്ന് വരില്ലേ? നമുക്ക് ഇങ്ങനെ എഫ് ഓഫ് എക്സ് ആ ഒരു ഫോമില്ല, അങ്ങനെ ഉദ്ദേശിച്ചത്. രണ്ട് സിമ്പിൾ ഒന്നായിട്ട് എടുക്കല്ലേ? ജി ജിയുടെ യൂസ് ചെയ്ത് ഇത് മൂന്ന് ഫംഗ്ഷൻസ് ആയിട്ട് എടുക്കാം. അതിന്റെ ഒരു സമ്മേഷൻ ആണ് ഇവിടെ വരുന്നത്. നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓപ്പറേഷൻ എടുക്കാം അല്ലേ? ഇതിപ്പോൾ രണ്ട് ഫംഗ്ഷൻ എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതെന്താണ്? ഇറ്റ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണല്ലേ? ഇതുപോലെ തന്നെ ഇവിടെ d സ്ക്വയർ പ്ലസ് 2d പ്ലസ് 1 ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എങ്ങനെ എഴുതാം? d സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് 2d ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് ഐ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി d സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്താണ്? d സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് d സ്ക്വയർ ഓഫ് ജി ഓഫ് എക്സ് ആൻഡ് 2d ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് വരും 2d ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് 2d ഓഫ് ജി ഓഫ് എക്സ് ആൻഡ് ഐ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്താണ്? ഇറ്റ്സ് ഈക്വൽ ടു ഐ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഐ ഓഫ് ജി ഓഫ് എക്സ്. ആൻഡ് ഇതിനെ ഇനി ഗ്രൂപ്പ് ചെയ്യുന്നത് എങ്ങനെ വരും? d സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് 2d പ്ലസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഐ ഓഫ് എഫ് ഓഫ് എക്സ് d സ്ക്വയർ ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് 2d ജി ഓഫ് എക്സ് പ്ലസ് ഐ ഓഫ് ജി ഓഫ് എക്സ്. ആൻഡ് ഈ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? d സ്ക്വയർ പ്ലസ് 2d പ്ലസ് 1 ഐഡന്റിറ്റി ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് d സ്ക്വയർ പ്ലസ് 2d പ്ലസ് ഐ ഓഫ് ജി ഓഫ് എക്സ് എന്നത്. അപ്പോൾ എന്താണ്? നമ്മൾ ലീനിയാരിറ്റിയിലെ ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് കണ്ടീഷന് വേണ്ടിയിട്ട് d സ്ക്വയർ പ്ലസ് 2d പ്ലസ് 1 ഓഫ് കെ എഫ് ഓഫ് എക്സ് കൺസിഡർ ചെയ്യാം. എഗെയിൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്തിനു വരും? d സ്ക്വയർ കെ എഫ് ഓഫ് എക്സ് പ്ലസ് 2d കെ എഫ് ഓഫ് എക്സ് പ്ലസ് ഐ എഫ് ഓഫ് കെ എഫ് ഓഫ് എക്സ് എന്ന് വരും. ആൻഡ് കെനെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? കെ d സ്ക്വയർ എഫ് ഓഫ് എക്സ് പ്ലസ് കെ 2d എഫ് ഓഫ് എക്സ് പ്ലസ് കെ ഐ ഓഫ് എഫ് ഓഫ് എക്സ്. എഗെയിൻ കമ്പൈൻ ചെയ്യുന്നത് എന്ത് വന്നു? കെ ടൈംസ് d സ്ക്വയർ പ്ലസ് 2d പ്ലസ് 1 സ്ക്വയർ ഐഡന്റിറ്റി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് വന്നു. എന്താണ്? രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് d സ്ക്വയർ പ്ലസ് 2d പ്ലസ് ഐ എന്താണ്? ലീനിയർ ഓപ്പറേറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ തന്നിരിക്കുന്ന ലീനിയർ ഓപ്പറേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എക്സ് സ്ക്വയർ ഡി സ്ക്വയർ മൈനസ് 2xd പ്ലസ് 7 എന്ന് വെച്ചാൽ 7 ഐഡന്റിറ്റി ഉണ്ടെന്നാണ്. അതായത് d റേസ് ടു 0 എന്ന് വരും. 0 ഡെറിവേറ്റീവ് എടുക്കുന്നില്ലെന്നാണ് അതിന്റെ മീനിങ്.
നമ്മൾ തൊട്ട് ഇതുപോലെ തന്നെ ഇതിനെ എഴുതാം. ഇതിന് മൊത്തത്തിൽ നമുക്കൊരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം f1 മൈനസ് f2 പ്ലസ് f3 എന്നെടുക്കാം ഓഫ് എഫ് ഓഫ് എക്സ് അങ്ങനെയുള്ളതായിരിക്കും. ഇതിന് മൊത്തത്തിൽ ഞാൻ എക്സ് എന്ന് ഇതെന്ത് എഴുതാം നിങ്ങൾക്ക് f1 ഓഫ് എക്സ് മൈനസ് f2 ഓഫ് എക്സ് പ്ലസ് f3 ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ. ഇവിടെ f1 എന്താണ് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ, f2 എന്താണ് 2xd, f3 എന്താണ് 7 എന്നത്. ആൻഡ് എക്സ് എന്താണ് ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ഓഫ് എക്സ്. ഇവിടുത്തെ വേരിയബിൾസ് എന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ഓഫ് എക്സ് ആണ്. സോ നമ്മൾ എടുക്കുന്ന നേരം എന്തുവെന്ന് വെച്ചാൽ ഈക്വൽ ടു സ്പ്ലിറ്റ് ചെയ്യാം. എന്തുവരും എക്സ് സ്ക്വയർ ഡി സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് മൈനസ് 2xd എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് 7i ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് വരും. ആൻഡ് ഇവിടെ അഗൈൻ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ഫംഗ്ഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ത് വന്നു എക്സ് സ്ക്വയർ ഡി സ്ക്വയർ എഫ് ഓഫ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ ജി ഓഫ് എക്സ് മൈനസ് 2xd എഫ് ഓഫ് എക്സ് മൈനസ് 2xd ജി ഓഫ് എക്സ് പ്ലസ് 7i എഫ് ഓഫ് എക്സ് പ്ലസ് 7i ഓഫ് ജി ഓഫ് എക്സ് എന്ന് വരും. ആൻഡ് നമ്മൾക്ക് ഇവിടെ എന്ത് എഫ് ഓഫ് എക്സ് വരുന്ന ടേംസിനൊക്കെ കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് എഴുതാം. എക്സ് സ്ക്വയർ ഡി സ്ക്വയർ എഫ് ഓഫ് എക്സ് മൈനസ് 2xd എഫ് ഓഫ് എക്സ് പ്ലസ് 7i എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ ജി ഓഫ് എക്സ് മൈനസ് 2xd ജി ഓഫ് എക്സ് പ്ലസ് 7i ജി ഓഫ് എക്സ് എന്ന് വരും. എഗൈൻ ഈ ഓപ്പറേറ്റേഴ്സിനൊക്കെ കമ്പൈൻ ചെയ്യുന്നത് എന്ത് തോന്നുന്നു എക്സ് സ്ക്വയർ ഡി സ്ക്വയർ മൈനസ് 2xd പ്ലസ് 7 ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി സ്ക്വയർ മൈനസ് 2xd പ്ലസ് 7 ഓഫ് ജി ഓഫ് എക്സ് എന്ന് വരും. അപ്പൊ എന്താണ് ലീനിയാരിറ്റിയിലുള്ള ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾക്ക് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് കണ്ടീഷൻ എന്താണ് ഒരു സ്കെയിലർ എടുക്കാം. എഗൈൻ നമ്മൾ ഫസ്റ്റ് തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇവിടെയും ആ സെക്കൻഡ് കണ്ടീഷനും പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ തന്നിരിക്കുന്ന ഈ ഒരു ലീനിയർ ഓപ്പറേറ്റർ ഈ ഒരു ഓപ്പറേറ്റർ എന്താണ് അതൊരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആർ ദ ഫോളോയിങ് ഇസ് എ ലീനിയർ വെക്റ്റർ ഫംഗ്ഷൻ. നമ്മൾ ലീനിയർ ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിൾസ് നോക്കി, ലീനിയർ സ്കെയിലർ വാല്യൂഡ് ലീനിയർ ഫംഗ്ഷൻ എക്സാമ്പിൾസ് നോക്കി. ഇനി നെക്സ്റ്റ് ലീനിയർ വെക്റ്റർ ഫംഗ്ഷന്റെ പ്രോബ്ലംസ് ആണ്. തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ ലീനിയർ വെക്റ്റർ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം നമുക്ക്. അതിനുവേണ്ടി consider two vectors r1 r2. First condition ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. By definition of f of r1 plus r2 is equal to r1 plus r2 minus xi plus yj plus 7zk. Okay. Now consider f of r1 plus f of r2 which is equal to r1 minus xi plus yj plus zk plus r2 minus xi plus yj plus zk. ഇത് രണ്ടും എപ്പോഴും ഈക്വൽ ആവണമെന്നുണ്ടോ? ഇല്ലല്ലോ, കാരണം ഇതിലൊരു എക്സ്ട്രാ നെഗറ്റീവ് ടേം കൂടി വരുന്നുണ്ട് മൈനസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് എച്ച് കെ. എല്ലാ എക്സ് ഐ സെറ്റിനും ഈ എഫ് ഓഫ് ആർ വൺ പ്ലസ് എഫ് ഓഫ് ആർ ടു എഫ് ഓഫ് ആർ വൺ പ്ലസ് ആർ ടുവിന് ഈക്വൽ ആവണമെന്നില്ല. സോ എഫ് എന്തല്ല ലീനിയർ അല്ല. ഓക്കെ, ഇനി സപ്പോസ് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിക്കേ, എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു സെഡ് ഈക്വൽ ടു 0 ആയിരുന്നുവെങ്കിൽ നമ്മൾക്ക് എന്ത് വരും? ഈ ടേം മൊത്തത്തിൽ അങ്ങ് 0 ആവും. ഈ എഫ് ഓഫ് ആർ വൺ പ്ലസ് എഫ് ഓഫ് ആർ ടു എന്ന് എഴുതിയതിലും എന്താണ് ഈ രണ്ട് ടേംസും 0 ആവും. അത് എന്തേ ഉള്ളൂ ഇവിടെ ആർ വൺ പ്ലസ് ആർ ടു ഉള്ളൂ. അപ്പൊ അവിടെ നമുക്ക് ഈക്വാലിറ്റി വരുന്നുണ്ട്. പക്ഷേ നോൺ 0 ആവുന്ന കേസിൽ ഏതെങ്കിലും ഒരു ടേമെങ്കിലും നോൺ 0 ആവുന്ന കേസിൽ നമുക്ക് ഈക്വൽ ആവില്ല. നെക്സ്റ്റ് എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു എ ക്രോസ് ആർ. എ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് വെക്ടർ, ഏതോ ഒരു വെക്ടർ നമ്മൾ ഫിക്സ് ചെയ്തു. 1 പ്ലസ് 2i പ്ലസ് 3j ആവാം, 2i പ്ലസ് 3j പ്ലസ് 4k ആവാം, ഏത് വേണമെങ്കിലും ആവാം. ഒരു വെക്ടർ അങ്ങ് ഫിക്സ് ചെയ്തു എ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു എ ക്രോസ് ആർ എന്ന് പറയുന്നത് ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇതൊരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. വെക്ടറിനെ വെക്ടറിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. ലീനിയർ ആവുന്ന കണ്ടീഷൻസ് ഒക്കെ അറിയാലോ. നമ്മൾ എഫ് ഓഫ് ആർ വൺ പ്ലസ് ആർ ടു എടുത്തു. ബൈ ഡെഫിനിഷൻ ഓഫ് എഫ് നമുക്ക് എങ്ങനെ എഴുതാം? എ ക്രോസ് ആർ വൺ പ്ലസ് ആർ ടു എഴുതാം. നമുക്ക് എന്തറിയാം? ക്രോസ് പ്രൊഡക്റ്റ് എന്ന ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ ആണല്ലേ. എന്ത് വന്നു ഇവിടെ? എ ക്രോസ് ആർ വൺ പ്ലസ് ആർ ടു എന്തായി? ക്രോസ് ആർ വൺ പ്ലസ് എ ക്രോസ് ആർ ടു. ആൻഡ് എ ക്രോസ് ആർ വൺ എന്താണ്? എഫ് ഓഫ് ആർ വൺ ആണ്. ഞാൻ എ ക്രോസ് ആർ ടു എന്താണ്? എഫ് ഓഫ് ആർ ടു ആണ്. സോ എഫ് ഓഫ് ആർ വൺ പ്ലസ് ആർ ടു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ വൺ പ്ലസ് എഫ് ഓഫ് ആർ ടു. സോ ലീനിയാരിറ്റിയുടെ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾക്ക് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. എന്താണ്? ഒരു സ്കെയിലർ കെ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് കെ ആർ എന്ന് പറയുന്നത് കെ എഫ് ഓഫ് ആറിന് ഈക്വൽ ആണോ നോക്കാം. അതിനുവേണ്ടി എഫ് ഓഫ് കെ ആർ ഇറ്റ്സ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ഓഫ് എഫ് നമ്മൾക്ക് എങ്ങനെ എഴുതാം? കെ ക്രോസ് കെ ആർ എന്ന് എഴുതാം. ആൻഡ് ഇവിടെ കെ എന്നത് കോൺസ്റ്റന്റ് ഇല്ലേ, അതിനെ ക്രോസ് എക്സ്പ്രഷൻ പുറത്തോട്ട് എടുക്കാൻ എന്താണ്? കെ ടൈംസ് കെ ക്രോസ് ആർ എന്ന് വന്നു. സോ ഇറ്റ്സ് ഈക്വൽ ടു കെ എഫ് ഓഫ് ആർ എന്ന് വന്നു. എന്താണ് എഫ് ഓഫ് ആർ എന്ന് പറയുന്നത്? എന്താണ് എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു എ ക്രോസ് ആർ ഇസ് എ ലീനിയർ ഓപ്പറേറ്റർ. ഓക്കെ, ഇനി നമ്മൾ വേറൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. അവിടെ ക്രോസ് പ്രൊഡക്റ്റ് ആയിരുന്നു എടുത്ത്. ഇവിടെ ഞാൻ ഈ വെക്ടർ ആറിനോട് ഒരു ഫിക്സഡ് വെക്ടർ എടുത്തു, ആഡ് ചെയ്യുന്നു. ഇത് ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി എഫ് ഓഫ് ആർ വൺ പ്ലസ് ആർ ടു എടുക്കാം. ബൈ ഡെഫിനിഷൻ ഓഫ് എഫ് ഓഫ് ആർ എന്താണ്? ആർ പ്ലസ് എ ആണ്. അപ്പോൾ ഇവിടെ ആറിന് പകരം എന്താണ്? ആർ വൺ പ്ലസ് ആർ ടു ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് എ എന്ന് വരും. ഓക്കെ, ആൻഡ്
എഫ് ഓഫ് ആർ വൺ പ്ലസ് എഫ് ഓഫ് ആർ ടു എന്താണ്? എഫ് ഓഫ് ആർ വൺ എന്താണ്? ആർ വൺ പ്ലസ് എ ആൻഡ് എഫ് ഓഫ് ആർ ടു എന്താണ്? ആർ ടു പ്ലസ് എ. ഇത് രണ്ടും ഈക്വൽ ആവണമെന്നുണ്ടോ? ഇല്ലല്ലോ. സോ എഫ് എന്തല്ല? ലീനിയർ അല്ല. ഇവിടെ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഫംഗ്ഷൻ, ഈ ഒരു ഫംഗ്ഷനും താഴെ എഴുതിയിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷനും മൂന്നാമത്തെ ഒരു ഫംഗ്ഷനും സെയിം തന്നെയാണ്. അവിടെ നിങ്ങൾ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെറ്റ് കെ എന്ന് എഴുതിയിരിക്കുന്നത് അതൊരു വെക്ടർ എ ആണ്. അപ്പൊ അവിടെ ആർ മൈനസ് വെക്ടർ ആർ മൈനസ് വെക്ടർ എ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ എന്താണ്? ആർ പ്ലസ് വെക്ടർ എ എന്നാണ് എഴുതിയിട്ടുള്ളൂ. മൈനസ് എനെ മൊത്തത്തിൽ നമുക്കൊരു വെക്ടർ ബി എന്ന് കൊടുത്താൽ അതെന്തായി? വെക്ടർ ആർ പ്ലസ് വെക്ടർ ബി എന്നായി. ഈ ഒരു ഫോമിൽ തന്നെയാണ് വരുന്നത്. സോ ഇതൊന്നും എന്തല്ല? ലീനിയർ വെക്ടർ ഫംഗ്ഷൻസ് അല്ല. നെക്സ്റ്റ് കൺസിഡർ ചെയ്യുക, ഡിഫൈൻ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫ്രം 0 to 1 ഡിഫൈൻഡ് ബൈ ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ടി എക്സ്. ഞാൻ ഈ ഒരു ഓപ്പറേറ്ററിനെ ഓ എന്ന് വിളിച്ചു. ഓ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ലീനിയർ ആണെന്ന് ചെക്ക് ചെയ്യണം. ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പ്രകാരം ഓ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എടുത്തു. ബൈ ഡെഫിനിഷൻ ഓഫ് ദിസ് ഓപ്പറേറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ്. ആൻഡ് ഇന്റഗ്രൽ നിങ്ങൾക്ക് എന്തറിയാം? ഇതിനെ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 0 to 1 ജി ഓഫ് എക്സ് ഡി എക്സ്. ഈ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് എന്താണ്? ഓപ്പറേറ്റർ ഓൺ എഫ് ഓഫ് എക്സും ആൻഡ് സെക്കൻഡ് എന്താണ് എഴുതിയിരിക്കുന്നത്? ഓഫ് ജി ഓഫ് എക്സും. സോ ലീനിയാരിറ്റിന്റെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സെക്കൻഡ് കണ്ടീഷന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുക ഓഫ് കെ എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 കെ എഫ് ഓഫ് എക്സ് ഡി എക്സ്. കെ കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രൽ പുറത്തോട്ട് എടുക്കുക. സോ കെ ടൈംസ് ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു കെ ടൈംസ് ഓപ്പറേറ്റർ ഓൺ എഫ് ഓഫ് എക്സ്. Therefore O is a linear operator. ഈ രണ്ട് കണ്ടീഷൻ ഈ ഇന്റഗ്രൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇതെന്താണ്? ലീനിയർ ഓപ്പറേറ്റർ ആണ്. ഓക്കെ.